ഒഴിവ് സമയം കുടുംബവും കുട്ടികളുമായി ആഘോഷിക്കാൻ അവസരമൊരുക്കി തിരുവാലി ഫെസ്റ്റ് 2024. മലപ്പുറം റെയിൻബോ കാർണിവലിന്റെ ആഭിമുഖ്യത്തിലാണ് വിവിധ റൈഡുകളടക്കം ഉൾപ്പെടുത്തി തിരുവാലി ഫെസ്റ്റ് ആരംഭിച്ചത്. എൻട്രി പാസ് ഇല്ലെന്നതും ആവശ്യമായ റൈഡുകൾക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി എന്നതും തിരുവാലി ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ്. കുടുംബസമേതം ആഘോഷമാക്കാൻ വേണ്ട എല്ലാവിധ റൈഡുകളും ഒരുക്കിയാണ് തിരുവാലി മഞ്ചേരി റോഡിൽ വിപുലമായ സൗകര്യങ്ങളോടെ ഫെസ്റ്റ് ആരംഭിച്ചത്. ഏവരെയും അത്ഭുതത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന മരണക്കിണർ, ഡ്രാഗൺ ട്രെയിൻ, ബ്രേക്ക് ഡാൻസുകൾ, കൊളംബസ് തോണി, വിവിധ റൈഡുകൾ തുടങ്ങി ഓരോ ദിവസവും പ്രത്യേക സ്റ്റേജ് പ്രോഗ്രാമുകളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മുതിർന്നവർക്കും ആഘോഷമാക്കാൻ വേണ്ട റൈഡുകൾക്ക് പുറമെ വിവിധ രുചി വൈവിധ്യങ്ങളുമായി പ്രത്യേക ഫുഡ് കോർട്ടും ഐസ്ക്രീമുകളും തിരുവാലി ഫെസ്റ്റിന്റെ ഭാഗമാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ ആരംഭിക്കുന്ന ഫെസ്റ്റ് രാത്രി 10 വരെ തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ ഫെസ്റ്റ് ഇത്തരത്തിലുള്ള ഫെസ്റ്റ് നമ്മൾ തിരുവാലിക്കകത്ത് കൊണ്ടുവരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എല്ലാ പ്രദേശത്തും ആ നാടിന്റെ ഒരു ആഘോഷമായിട്ട് പല മേഖലകളും പല സ്ഥലങ്ങളിലും നമ്മൾ ഇതുപോലുള്ള ഫെസ്റ്റും കാർണിവൽ ഐറ്റംസും കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടി നമ്മുടെ നാടിനകത്തും എല്ലാ വർഷവും നടക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് റെയിൻബോ കാർണിവലുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തത്. ഈ പരിപാടി ഈ നാട് ഒന്നടങ്കം സ്വന്തം പരിപാടിയായിട്ട് ഏറ്റെടുക്കുകയും ഇന്ന് വൈകുന്നേരം 7 മണി വരെ വലിയ തോതിലുള്ള മഴ ഉണ്ടായിട്ട് പോലും ആയിരക്കണക്കിന് ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന മറ്റൊരു പ്രത്യേകത, എൻട്രി പാസ് ഇല്ല. ഈ റൈഡുകളിൽ കയറുന്ന അതിനു വേണ്ട ടിക്കറ്റ് മാത്രം എടുത്താൽ മതി ഓരോ ആളുകൾക്കും. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും, ഇത് കാണുന്ന മുഴുവൻ ആളുകളും നമ്മുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവാലിയിലേക്ക്, കാർണിവൽ വേദിയിലേക്ക് എത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പാസ് ഇല്ലാതെ തന്നെ എല്ലാവർക്കും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനുള്ള സൗകര്യം തിരുവാലി ഫെസ്റ്റിന്റെ മാത്രം പ്രത്യേകതയാവും. ബിസിനസ് ഡെസ്ക്, W വിഷൻ ന്യൂസ്.